നമ്മൾ ഈ ജനുവരി 26 തീരുമാനിച്ചാലും ഡിസംബറിൽ ഒരു ആഴ്ച ദിവസം തീരുമാനിച്ചാലും ആ ദിവസം നമുക്ക് നടത്താനായിട്ട് ദൈവം മാത്രം അനുവദിച്ചാൽ നടത്തത്തക്ക രീതിയിൽ നമ്മൾ വേറെ കല്യാണങ്ങളൊന്നും അതിനിടെ നമ്മുടെ മെമ്പേഴ്സിനെ കൊണ്ടു വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ദയവ് ചെയ്ത് അതും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളൊരു തീരുമാനം എടുക്കാം. കുടുംബത്തിന്റെ നമ്മൾ ഇത്രയും റിച്ചായിട്ടുള്ള ഒരു കുടുംബമാണ്. ആ കുടുംബത്തിന്റെ ട്രഡീഷൻ നമുക്ക് പാലിക്കത്തൊക്കെ വേണം. കുടുംബയോഗം എന്ന് വേണമെന്ന് ആരെങ്കിലും ഒരു ഡേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാമെങ്കിൽ നല്ലതാണ്. എന്റെ പേഴ്സണൽ അഭിപ്രായം ഡിസംബർ ക്രിസ്മസ് പണ്ട് വലിയ ചില സമയത്ത് ഡിസംബർ 25 കഴിഞ്ഞുള്ള ആദ്യത്തെ ഞായറാഴ്ചയാണ് എനിക്ക്. കാരണം ഈ ഡിസംബറിൽ എന്റെ മകനും മകളും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ പ്രായമായ ഞാനും എന്റെ ഭാര്യ അമ്മച്ചി മാത്രമേ ഉള്ളൂ. എന്റെ മക്കളെ മിസ് ചെയ്യുന്നതിന് തീർച്ചയായിട്ടും വേദനയുണ്ട്. ഈ ഒരു ദിവസം ഇങ്ങനെ ഇട ദിവസങ്ങളിലൊക്കെ ഏതെങ്കിലും ദിവസം അവരൊന്നും അവതരിക്കുന്ന തരത്തില് ക്രിസ്മസ് സമയത്താണെങ്കിൽ കൂടുതൽ ആൾക്കാർ കൂടും എന്ന് എന്റെ അഭിപ്രായം. എല്ലാവരുടെ അഭിപ്രായം ചിന്തിക്കാം. ആർക്കെങ്കിലും അതിനെപ്പറ്റി അഭിപ്രായമുണ്ടോ? ഇപ്പൊ ഒരു പ്രൊപ്പോസൽ വന്നിരിക്കുന്നത് ഡിസംബർ 25 കഴിഞ്ഞുള്ള ആദ്യ ഞായറാഴ്ച ക്രിസ്മസ് പൊതുയോഗം നടത്തുന്നതിനെ പറ്റിയാണ്. സംഗീത എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? നമ്മൾ പല വർഷങ്ങളിൽ ഈ ഡിസംബർ കഴിഞ്ഞിട്ടുള്ള ആ ഞായറാഴ്ച നടത്തുന്നു. അന്ന് ക്രിസ്മസ് കഴിഞ്ഞുള്ള ഞായറാഴ്ച ഒരുപാട് വിവാഹങ്ങൾ നടക്കുന്ന ആഴ്ച ആയതുകൊണ്ടാണ് നമുക്ക് അതിനകത്ത് ഒത്തിരി ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ആ ഞായറാഴ്ച എന്നുള്ള ഡേറ്റ് മാറ്റാൻ കാരണം. പിന്നെ നമ്മൾ ഒരിക്കലും പരീക്ഷണാർത്ഥം ഓണക്കാലത്ത് നടത്തി നോക്കിയായിരുന്നു. ക്രിസ്മസിന് മുമ്പ് നമുക്ക് നടത്താൻ നോക്കിയത് കാര്യം യാക്കോബായ വിഭാഗത്തെ സംബന്ധിച്ചോളം അന്നേരം നോയിമ്പാണ്. അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞത് ഞായറാഴ്ച ഏറ്റവും അധികം വിവാഹങ്ങൾ നടക്കുന്ന ദിവസമാണ് യാക്കോബായ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ മുൻപ് നടത്തി അത് വളരെ പ്രാക്ടിക്കലായിട്ട് ബുദ്ധിമുട്ട് കണ്ടതുകൊണ്ടാണ് നമ്മൾ ആ ഡേറ്റ് നമ്മൾ മാറ്റാനായിട്ട് കാര്യം കുടുംബത്തിൽ വിവാഹമില്ലെങ്കിലും പരിചയമുള്ള ഒരുപാട് ക്രിസ്മസ് കഴിഞ്ഞത് ഞായറാഴ്ച എങ്ങനെയാണെങ്കിലും എല്ലാവർക്കും 2 വിവാഹമെങ്കിലും കൂടാനായിട്ട് കാണും. അതുകൊണ്ടാണ് നമ്മൾ അത് ഒഴിവാക്കാനായിട്ട് കാരണം. വർഷങ്ങളായിട്ട് നമ്മൾ പരീക്ഷണം നടത്തി പരാജയപ്പെട്ട ഒരു കാര്യമാണ്. അതിലേക്ക് വീണ്ടും എത്തരുതെന്ന ഒരു അഭിപ്രായമുണ്ട്.